ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഫ്രണ്ട് ഏരിയ ക്ലീൻ ചെയ്യാനാണ് പോണത് കേട്ടോ. അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഡെയിലി മിറ്റടിക്കുന്നതാണെങ്കിലും നമ്മൾ ചെടികളും കാര്യങ്ങളും മാറ്റിയിട്ട് വല്ലപ്പോഴും മിറ്റടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ മാറ്റി അവിടുത്തെ മണ്ണും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ നമ്മൾ കൂടെ തറയും കൂടി കഴുകിയിടും. അപ്പോൾ ഇന്ന് നമ്മുടെ ക്ലീനിങ് ഫ്രണ്ട് ഏരിയ ക്ലീനിങ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത്, നമുക്ക് 2 പോർഷൻ ഉണ്ടല്ലോ. അപ്പോൾ 2 പോർഷനിൽ ആദ്യത്തെ ഒരു പോർഷൻ കഴുകിയതിന് ശേഷം അപ്പുറത്തെ പോർഷൻ അടിച്ചു വാരി കഴുകുക. എന്നിട്ട് രണ്ടും കൂടി നമ്മുടെ നടുക്ക് പോർഷനും കൂടി കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് അടിക്കുമ്പോൾ ഈ ഭാഗത്തുള്ള സാധനങ്ങൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ നമുക്ക് വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് വേഗം അടിച്ച് കഴിയാൻ പറ്റുമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ അടിച്ചു വാരലൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അടിച്ചു വാരി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് അടിച്ച് കഴുകുകയാണ്. അപ്പോൾ ഈ കാണുന്നത് ഒരുപാട് ചെളിയും മണ്ണും കാര്യങ്ങളൊന്നും ഇല്ല. കൂടുതലും പെയിൻ്റാണ് കേട്ടോ. പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ടൈലായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതല്ലാതെ പിന്നെ ചെളിയും, പിന്നെ വിഷുവിൻ്റെ സമയത്ത് ഇതിൻ്റെ മരുന്ന് കാര്യങ്ങളൊക്കെ മാത്രമേ ഇവിടെ തറയിലുള്ളൂ. അപ്പോൾ അതാണ് മെയിനായിട്ട് വേഗം തന്നെ കഴുകാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ മെല്ലെ ഇതെല്ലാം കഴുകിയതിന് ശേഷം ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ, വെള്ളമടിച്ച് കഴുകിയതിൻ്റെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ കൈയോടെ തന്നെ അത് എടുത്ത സ്ഥാനത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയ ചേഞ്ചൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചെടിച്ചട്ടി എന്ന് പറയാൻ പറ്റില്ല, അച്ഛൻ്റെ പെയിൻറ്റ് പാട്ടയാണ് ഞങ്ങളുടെ ചെടിച്ചട്ടി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ഇത് ചെടികൾ മാറ്റിയിട്ട് അവിടെയുള്ള മണ്ണും കാര്യങ്ങളും ആദ്യം അടിച്ച് കളയും. ചെടിച്ചട്ടി ഇരുന്നോടത്ത് പിന്നെ അപ്പുറത്തെ ഭാഗത്തുള്ള ചെടികളും ഭാഗങ്ങളും എല്ലാം അടിച്ചു വാരിയതിന് ശേഷം പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നത്. ഈ ആന്തൂറിയും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. 2 സൈഡിലും നല്ലോണം നിറഞ്ഞു നിന്നായിരുന്നു. മോൻ ഇടയ്ക്ക് പിടിച്ച് വലിച്ച് ഇല പൊട്ടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതിൽ പൂവും ഉണ്ടാവണില്ല, അതുപോലെ തന്നെ വലിയ ഭംഗിയിൽ നിൽക്കണമില്ല കേട്ടോ മൂപ്പരാൾ. എന്നാലും എന്തോ വാടാണ്ടും കരിയാണ്ട് നിൽക്കണുണ്ട്. അപ്പോൾ ഈ ഭാഗം ഞാൻ അവിടെ അടിച്ചു വാരിയതിന് ശേഷം വെള്ളം ഒഴിച്ച് അടിച്ച് കഴുകുന്നുണ്ട്. അതിന് ശേഷം നടുക്ക് ഭാഗം കൂടി 2 സൈഡും അടിച്ചു വാരി കഴിഞ്ഞല്ലോ. അപ്പോൾ നടുക്ക് ഭാഗം കൂടി അതുപോലെ തന്നെ അടിച്ചു വാരി മണ്ണും ഇതൊക്കെ വെള്ളമൊഴിച്ച് കഴുകി കളഞ്ഞു. എന്നിട്ട് ചെടികൾ അതേ സ്ഥാനത്ത് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഒരു റൗണ്ട് എല്ലായിടത്തും വെള്ളം ഒഴിച്ച് ഇതുപോലെ അടിച്ചു വാരി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീനിങ് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ സബ്സ്ക്രിപ്ഷനാണ് എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. ആ ഉമ്മറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്, തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഫുഡ് വെയർ സ്റ്റാൻഡും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. നേരത്തെ സ്റ്റൂളും കസേരയും എന്താ അങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ വീഡിയോ എടുത്ത് കഴിയണ ശേഷമാണ് അത് സ്റ്റാൻഡാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അത് ഞാൻ സ്റ്റാൻഡാക്കാൻ വെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മുടെ ക്ലീനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇനി ഉമ്മറൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് ചാക്കൊക്കെ കറക്റ്റ് സ്ഥാനത്ത് വയ്ക്കുക, സ്റ്റൂളൊക്കെ മാറ്റുക, ബക്കറ്റും ചൂലൊക്കെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇങ്ങനെയുള്ള പണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.